എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കൺ വീറ്റിൻ്റെ ഒരു ഉപ്മാവാണ്. അതായത് നമ്മുടെ സൂചി ഗോതമ്പ്. ഇത് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇത് 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഈ ഗോതമ്പ് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുത്തു വെക്കണം. അതായത് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം അതുപോലെ തന്നെ സോക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഗോതമ്പിന് കുറച്ച് മേളിൽ കുറച്ച് വെള്ളം മതി. അതുപോലെ തന്നെ അത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം അതുപോലെ തന്നെ ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ മാത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയും വെള്ളം എടുത്തതുണ്ട്. ഇത്രയും വെള്ളം എടുത്ത് അത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അത് വേവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ അടച്ചിട്ട് കുക്കറിനകത്താണ് ഞാൻ വേവിക്കുന്നത്. ഒറ്റ വിസിലടിച്ചാൽ മതി. കുക്കറിൽ ഒരു വിസിൽ വരെ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഒറ്റ വിസിൽ മതി. അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് സ്റ്റീം പോകുന്നതും വരെ സ്റ്റീം നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാവുള്ളൂ. എന്നാലേ ഈ ഉപ്പുമാവ് ഈ ഗോതമ്പ് നന്നായിട്ട് വേഗത്തുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് വേഗം വരെ വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വേണ്ട നന്നായിട്ട് വെന്ത് പരുവത്തിനുള്ള വേവായിട്ട് വെള്ളമൊന്നും കൂടിയിട്ടില്ല. നല്ലതായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ഉപ്മാവ് ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൊടിയായിട്ടുണ്ട്. ഒത്ത തുള്ളി വെള്ളമില്ല. ഇങ്ങനെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉപ്മാവ് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ വെള്ളം കൂടി പോവും. പിന്നെ കുതിർത്ത് വെക്കാതിരുന്നാൽ ഉപ്മാവ് കട്ടിയായിട്ടിരിക്കും, വേവത്തില്ല. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം. ഒറ്റ വിസിൽ മതി. അതിനുശേഷം വിസിലെല്ലാം പോയി കഴിഞ്ഞ് മാത്രമേ തുറക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്മാവല്ല, ഗോതമ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു ഉരുളി അടുപ്പിൽ വെക്കാം. ചൂടാവട്ടെ. നമ്മൾ ഉപ്മാവിനുമായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഒരു കൈ നിറച്ച ഉള്ളി നന്നായിട്ട് വേണം. ഒരു നല്ല കൈ നിറച്ച ഉള്ളി ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പാന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉള്ളി വേണം അത്യാവശ്യം. പിന്നെ പച്ചമുളക്, ഇതൊരു 3 പച്ചമുളകാണ്. പിന്നെ ഒരു മീഡിയം ഇഞ്ചി, ഒത്തിരി വലിപ്പം വേണ്ട, ഒരു മീഡിയം ഇഞ്ചി. ഒത്തിരി ഇഞ്ചി ആയാൽ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വറ്റൽമുളക് വേണം, കടുക് വേണം, കുറച്ച് ഉഴുന്ന് വേണം. നമ്മളെ ദോശയൊക്കെ ഇടുന്ന ഉഴുന്ന്, അത് ചുമ്മാ ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന, അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചൂടാവട്ടെ. ഇവിടെ എണ്ണ ഇവിടെ ചൂടാകുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1-1.25 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കാവൂ.
അതിലേക്ക് നമുക്ക് വറ്റൽമുളക് മുറിച്ച് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളകുണ്ട്, നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കണം. ഇത്തിരി കരിഞ്ഞു പോരുത്, കരിയാതെ നോക്കണം. ആ ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ നിറമാകുന്നതിന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അതായത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും മൂപ്പിക്കേണ്ട, ഒന്ന് വഴറ്റാം. പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം. അല്ലെങ്കിൽ പച്ചയായിരിക്കും. നന്നായിട്ട് മൂത്താൽ മാത്രമേ ഉപ്പാവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയുടെയൊക്കെ പച്ച ചുവ വരും. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇപ്പം നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം ഉള്ള കൂട്ട് നന്നായിട്ട് ഇതേമാതിരി നന്നായിട്ട് വഴണ്ട് വരണം. എന്നാലേ നമ്മുടെ ഉപ്പാവിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം മൂത്തതിൻ്റെ മണം, വെളുത്തുള്ളിയല്ല, ഇഞ്ചി കറിവേപ്പിലയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചിലവർ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും ഇടത്തില്ല. പക്ഷേ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഞാൻ മഞ്ഞൾപ്പൊടിയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനൊരു ശക്കലം മഞ്ഞൾപ്പൊടി ഇതിനകത്തിടും. ഒരു ശക്കലം മതി, ഒരു അര സ്പൂൺ പോലും വേണ്ട. ഒരു ശകലം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടും. അത് നന്നായിട്ട് മൂത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറണം. നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയായിരിക്കുന്ന ഈ ഗോതമ്പ് വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഒട്ടും കട്ട പിടിച്ചിട്ടില്ല, നല്ല ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമില്ലാതെ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു മുഴുത്ത ഉരുളി എടുക്കണം. നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വലിപ്പമുള്ള ഇതുപോലത്തെ ഉരുളിയൊക്കെയാണ് നല്ലത്. ചെറിയ പാത്രവും ഒന്നും എടുക്കരുത്, നമുക്ക് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വലിപ്പമുള്ള ഉരുളി തന്നെ എടുക്കണം. അതായത് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എന്താണോ ചെയ്യുന്നത് അതുപോലെ എടുക്കുക. നമ്മുടെ എത്രയാണ് അളവെന്ന് നോക്കിയിട്ട് അര കിലോ ഒക്കെ എടുത്തുണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലൊരു വലിപ്പമുള്ള ഉരുളി തന്നെ എടുക്കണം. എന്നാലേ നമുക്കത് ശരിക്കും ഇളക്കി യോജിപ്പിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇളക്കണം. പൊട്ടുന്ന സൗണ്ട് കേട്ടോ, ഇങ്ങനെ പൊട്ടണം. നല്ല മൊരിയ പോലെ വരണം. വെച്ചാൽ മൊരിയുമല്ല, നല്ലൊരു വെള്ളമൊക്കെ വറ്റുന്ന ഒരിതാണ്. ഇങ്ങനെ കട്ട കൂടി കിടക്കും. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ആ അരമുറി തേങ്ങ തിരുമ്മി വെച്ചത് നമുക്ക് ചേർക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ശകലം ഉപ്പ് കുറവുണ്ട്. നമുക്ക്
കുറച്ച് ഉപ്പിടാം. ഒത്തിരി കൂടിപ്പോരുത്. നമ്മൾ ആദ്യം ഇതിനകത്ത് വേവിക്കാൻ നേരത്ത് ഗോതമ്പ് വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമുക്കൊന്നുകൂടെ ഉപ്പ് നോക്കാം. അപ്പോൾ കറക്റ്റാണ്, ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും വേണ്ട. ഒരുപാട് എരിവൊന്നും വേണ്ട. പിള്ളേർക്കൊക്കെ കഴിക്കണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഒരുപാട് എരിവൊന്നും വേണ്ട. അത്യാവശ്യം ഒരു 3 പച്ചമുളക് മതി. എരിവില്ലാത്ത അധികം എരിവില്ലാത്ത പച്ചമുളക് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ എരിവ് വേണ്ടതുകൊണ്ട് ഇത്തിരി എരിവുള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.